ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുനിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സത്യങ്ങളൊക്കെ വിളിച്ചു പറയുന്ന സമയത്ത് മാനസ് അങ്ങനെ പരിഭ്രമിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അങ്ങനെ സുനിൽ പറയണേ, ഞാൻ ഇവിടെ നിന്നും പോവണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ മാനസ വേണം. മാനസ ഇല്ലാതെ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവില്ല. മാനസയോടൊപ്പം എനിക്കിനി സന്തോഷത്തോടു കൂടി ജീവിക്കണം. മാനസയോടും എൻ്റെ കുഞ്ഞിനോടും ഒപ്പമാണ് എനിക്കിനി ജീവിക്കേണ്ടത്. മാനസയുടെ വയറ്റിൽ വളരുന്നത് എൻ്റെ കുഞ്ഞാണ് എന്ന് പറയുമ്പോൾ അജയൻ അങ്ങ് ദേഷ്യം വരികയാണ്. അങ്ങനെ അജയനിൻ്റെ കോളറയിൽ കയറി പിടിക്കുകയാണ്. എന്നിട്ട് പറയണേ, നീ അനാവശ്യം പറയുന്നോടാ, നീ എൻ്റെ മോളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാനാണോടാ നീ ഇവിടേക്ക് വന്നത്? മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയുമ്പോൾ, ഞാൻ അനാവശ്യമൊന്നുമല്ല പറയുന്നത്, ഞാൻ സത്യം തന്നെയാണ് പറയുന്നത്. സീത പറയണേ, നീ എൻ്റെ മോളെ ഇതുവരെയും കബളിപ്പിച്ചതാണ്. ഇനി മുതൽ നിന്റെ ഒരു അടവും ഇവിടെ നടക്കാൻ പോകുന്നില്ല. മര്യാദയ്ക്ക് ഞങ്ങളുടെ മോളെ വിട്ട് ഇവിടെ നിന്നും പോയിക്കോ എന്ന് പറയുമ്പോൾ, ഞാൻ പറയുന്നതൊന്നും കള്ളമല്ല, ഞാൻ സത്യം തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് വിശ്വാസമാവാൻ വേണ്ടി ഞാൻ മറ്റൊരു സത്യം കൂടി വിളിച്ചു പറയട്ടെ. എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്ന സത്യമാണ് എന്ന് പറയുമ്പോൾ ജയ പറയാണ്, എന്ത് സത്യമാടാ പറയാൻ പോകുന്നത്? മാനസമോളെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ഞങ്ങൾ പോലീസിനെ വിളിക്കും എന്ന് പറയുമ്പോൾ സുനിൽ പറയണേ, നിങ്ങൾ പോലീസിനെ വിളിച്ചോ, എനിക്ക് ഒരു കുഴപ്പവുമില്ല, ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്. എന്നാൽ നിങ്ങൾക്ക് വിശ്വാസമാവാൻ വേണ്ടി ഞാൻ മറ്റൊരു സത്യം കൂടി പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് മാനസയുടെ പേരിലേക്ക് ഈ വീടും സ്ഥലവും നിങ്ങൾ ഇഷ്ടദാനമായി എഴുതി വെച്ചില്ലേ എന്നങ്ങ് ചോദിച്ചതോടുകൂടി മാനസയും ജയയും ദേവനും അജയനും പ്രസീതയും ഒക്കെ അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ദേവൻ അങ്ങ് ദേഷ്യം വരികയാണ്. എന്നിട്ട് മര്യാദയ്ക്ക് നീ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി, ഞാൻ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കും. ഇല്ലാത്ത കാര്യങ്ങൾ വന്ന് ഇവിടെ വന്ന് പറയുന്നു. എൻ്റെ ഭാര്യ അങ്ങനെ ഇവളുടെ പേരിൽ ഇഷ്ടദാനം എഴുതുന്നുണ്ടെങ്കിൽ അത് ആദ്യം എൻ്റെ ഭാര്യ എന്നോട് പറയാതെ ഒരിക്കലും എൻ്റെ ജയ അങ്ങനെ രഹസ്യമായിട്ട് ചെയ്യില്ല എന്ന് പറയുമ്പോൾ, ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ അങ്കിളിന് ഈ നിൽക്കുന്ന ആൻറ്റിയോട് തന്നെ ചോദിച്ചോ. ഈ നിൽക്കുന്ന ആൻറ്റി പറയണ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ ഈ നിമിഷം തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിക്കോളാം എന്ന് പറയട്ടോ. അപ്പോൾ ദേവൻ ജയയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ജയനിർമ്മല ആവിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ദേവൻ ചോദിക്കുകയാണ്, ഇവൻ പറഞ്ഞത് സത്യമാണ് ജയെ എന്ന് ചോദിക്കുമ്പോൾ, അത് ദേവേട്ട വേണ്ട, കൂടുതൽ പറയണ്ട, പറഞ്ഞത് സത്യമാണോ അല്ലേ എന്നുള്ള കാര്യം മാത്രം നീ പറഞ്ഞാൽ മതി എന്ന് പറയട്ടോ. അത് കേൾക്കുന്ന സമയത്ത് ദേവേട്ട അത് പിന്നെ അതെ, ഞാൻ ഇവളുടെ പേരിൽ ഇഷ്ടദാനമായി എഴുതിയിട്ടുണ്ട് എന്നങ്ങ് പറഞ്ഞതോടുകൂടി ദേവൻ അങ്ങ് ദേഷ്യം വരികയാണ്. എന്നിട്ട് ജയയുടെ കാരണം നോക്കി ദേവൻ ഒന്നങ്ങ് പൊട്ടിക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ജയനിർമ്മലയ്ക്ക് അടി കിട്ടിയതോടുകൂടി ഒന്നും മിണ്ടാതെ നാണം കെട്ട് തലയും താഴ്ത്തി കരഞ്ഞുകൊണ്ട് ജയനിർമ്മല അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ദേവനും ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അജയനും പ്രസീതയും പറയും, നിനക്കിപ്പോ തൃപ്തിയായില്ലേടാ, നിന്റെ കാല് കുത്തിയതോടുകൂടി ഈ വീട്ടിൽ പ്രശ്നങ്ങളാണ് തുടങ്ങാൻ പോകുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ മാനസ പറയണേ, നീ എന്തിനാണ് ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതെന്താ മാനസ നീ അങ്ങനെ പറയുന്നത്? നിന്നെ കാണാൻ വേണ്ടി നീ ഇല്ലാതെ എനിക്കൊരു നിമിഷം പോലും ഇനി ജീവിക്കാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ കുഞ്ഞിനോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ, നിന്റെ കുഞ്ഞോ? ഇത് ഭാവനയുടെയും സൂര്യയുടെയും കുഞ്ഞാണെന്ന് പറയുന്നുണ്ട്. എന്തിനാ മാനസ നീ ഇങ്ങനെ കള്ളം പറയുന്നത്? അപ്പോൾ മാനസ പറയണേ, നമ്മൾ തമ്മിലുള്ള ബന്ധം നമ്മൾ ബ്രേക്ക് ചെയ്തതല്ലേ, ഇനി എന്തിനാണ് നീ എന്നെ കാണാൻ വേണ്ടി വന്നത് എന്നും പറഞ്ഞ് മാനസ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അജയനും പ്രസീതയും കൂടി സുനിലിനോട് അവിടെ നിന്നും പോവാൻ പറയണേ. അപ്പോൾ സുനിൽ പറയണേ, ഇല്ല, മാനസ ഇല്ലാതെ ഞാൻ ഇവിടെ നിന്നും എന്തായാലും പോവാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയണേ. അല്ല, ആന്റിക്കും അങ്കിളിനും ഇവിടെയും കുത്തിത്തിരിപ്പ് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അജയൻ പറയണേ, നീ നിന്റെ പണി നോക്കി പോടാ എന്നും പറഞ്ഞ് അജയനും പ്രസീതയും അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ സുനിൽ സ്വയം പറയണേ, എൻ്റെ വരവ് എന്തായാലും മോശമായിട്ടില്ല എന്നും പറഞ്ഞ് സുനിൽ വലതുകാല് വെച്ച് തന്നെ സൂര്യയുടെ വീട്ടിലേക്ക് അങ്ങ് കയറുകയാണ്. എന്നിട്ട് സോഫയിൽ പോയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവൻ ജയയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോഴോട് ചോദിക്കുകയാണ്, നിന്റെ തന്നിഷ്ടത്തിന് നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ശരിയാണോ? നിനക്ക് ഞങ്ങളോടെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നു. മനസ്സക്ക് നമ്മൾ ഈ വീട് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്ന് കരുതിയിട്ട് ആരോടും ചോദിക്കാതെ നിന്റെ തന്നിഷ്ടത്തിനാണോ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ജയ പറയണേ, അച്ഛനും മോനും വഴക്കായിരുന്നില്ലേ ആ സമയത്ത്? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാനസമോൾക്ക് പിന്നെ ആരുണ്ട് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. പിന്നെ മാനസമോള് നമ്മുടെ വീടിന് വേണ്ടിയിട്ട് ചെയ്ത ത്യാഗം അത് എത്രമാത്രം അധികം വലുതാണെന്നുള്ളത് ദേവേട്ടന് അറിയാവുന്നതല്ലേ എന്ന് പറയട്ടോ. അപ്പോൾ ദേവൻ പറയണ, അതൊക്കെ ശരി തന്നെയാണ്, മാനസ ചെയ്തത് ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ എന്ന് കരുതിയിട്ട് നീ അവളുടെ പേരിൽ ഇഷ്ടദാനമായി എഴുതുന്ന സമയത്ത് എന്നോടും സൂര്യയോടും പറയേണ്ടതല്ലേ? അതിന് അച്ഛനെയും മോനെയും ഒരുമിച്ച് കിട്ടിയിട്ടില്ലല്ലോ, നിങ്ങൾ തമ്മിൽ വഴക്കായിരുന്നില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്ന് പറയുമ്പോൾ ദേവൻ പറയണേ, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ ചെയ്ത പ്രവൃത്തിക്ക് നീ തന്നെയാണ് പിന്നീട് ദുഃഖിക്കേണ്ടി വരിക. നീ ആരോടും ഒന്നും ചോദിക്കാതെ നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഓരോന്ന് കാട്ടി
കാട്ടിക്കൂട്ടി വെക്കുന്നത്. അതുകൊണ്ട് ഈ കുടുംബം തന്നെയാണ് ഇല്ലാതാകുന്നത്. നീ ഇനിയെങ്കിലും മറ്റുള്ളവരുടെ കാര്യം നോക്കാതെ സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിക്കാൻ നോക്കുക. തന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, മാനസ എന്ന് വെച്ചാൽ നീ ജീവൻ കളയുന്നുണ്ടല്ലോ ഇപ്പോൾ. അവളെ ചോദിച്ച് അവൾക്ക് അവകാശിയായിട്ട് എവിടോ കിടന്നിരുന്നവനാണ് അവകാശം പറഞ്ഞിട്ട് വന്നിട്ടുള്ളത്. മാനസയുടെ കുഞ്ഞിന്റെ അച്ഛൻ അവനാണെന്നാണ് പറയുന്നത്. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഇത് എവിടെ തുടങ്ങിയതാണ്, ഇപ്പോൾ എവിടെയാണ് ചെന്ന് നിൽക്കുന്നത് എന്നൊക്കെ നീ മനസ്സിലാക്കിക്കോ. ഇത് തന്നെയാണ് നിന്റെ പരാജയം. ഒരു വീടിനെ കൈവെള്ളയിൽ കൊണ്ടു നടക്കേണ്ടവളാണ് ഭാര്യ. പക്ഷെ നീ ചെയ്യുന്നതെല്ലാം നിന്റെ തന്നിഷ്ടത്തിനാണ്. ഞാൻ എൻ്റെ മകൻ സൂര്യയോടും മരുമകളോടും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. അത് നിന്നോട് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നീ ചെയ്യുന്നതോ ആ ഒരു കാരണം വെച്ച് നീ നിന്റെ തന്നിഷ്ടത്തിനാണ് ഓരോന്നും ചെയ്തു വെക്കുന്നത്. അവസാനം നീ ചെയ്ത പ്രവൃത്തികളെല്ലാം തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നീ ചെയ്തതെല്ലാം വലിയ അബദ്ധങ്ങളാണെന്നുള്ളത് നിനക്ക് മനസ്സിലാവും എന്നും പറഞ്ഞ് ദേവൻ പോവാൻ നിൽക്കാട്ടോ. എന്നിട്ട് ദേവൻ വീണ്ടും അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ്, ഇതെല്ലാം തന്നെ ഞാൻ ആദ്യമേ നിയന്ത്രിക്കണമായിരുന്നു, പക്ഷെ ഞാൻ അതൊന്നും ചെയ്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാം അനുഭവിക്കാനുള്ളത് അനുഭവിച്ചല്ലേ പറ്റൂ. നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ ജയ, നീ അവസാനം പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അവിടേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അത് കേൾക്കുന്ന സമയത്ത് ജയനിർമ്മലയ്ക്ക് പേടിയാവുകയാണ് കേട്ടോ. ഇനി മാനസ എന്നെ പറ്റിക്കുകയാണോ എന്നുള്ള ചിന്ത ജയയുടെ മനസ്സിലേക്ക് വരികയാണ്. ദേവൻ പറയണേ, ഞാൻ എന്തായാലും ഭാവനയ്ക്ക് ഒന്ന് വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ ജയ ചോദിക്കാണ്, എന്തിനാണ് നിങ്ങൾ ഭാവനയ്ക്ക് വിളിക്കുന്നത്? നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ മോനെ വിളിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അവൻ്റെ അച്ഛനല്ലേ, എനിക്കുമുണ്ടാവും ചെറിയ വാശിയൊക്കെ. എനിക്കറിയാം ആരെ വിളിക്കണം എന്നുള്ളത്. ഭാവനയെ ഞാൻ ഇപ്പോൾ വിളിക്കുന്നത് സുനിൽ ശർമ്മയുടെ കേസിൽ ഭാവനയാണ് ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അവളോട് ഇവിടേക്ക് വരാൻ പറയണം. അത് കേൾക്കുമ്പോൾ, ഭാവന എന്ന് പറയുന്നത് കേൾക്കുമ്പോഴൊക്കെ ജയനിർമ്മലയ്ക്ക് വീണ്ടും ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് ദേഷ്യത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ ദേവൻ പറയണേ, നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, മാനസയ്ക്ക് ഇപ്പോൾ അവകാശിയായിട്ട് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ടല്ലോ. നീ മാനസയെ ഇനിയെങ്കിലും ഒന്ന് സൂക്ഷിച്ചോ, അതായിരിക്കും നിനക്ക് നല്ലത് എന്നും പറഞ്ഞ് ദേവൻ അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് മാനസ എന്നെ പറ്റിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള ചിന്തയോട് കൂടി ജയനിർമ്മല ചിന്തിച്ചു നിൽക്കുകയാണ്. പിന്നീട് ദേവൻ സൂര്യയുടെ ഫോണിലേക്ക് വിളിക്കാൻ കേട്ടോ. അപ്പോൾ ഭാവന സൂര്യയുടെ ഫോൺ കൊടുക്കുകയാണ്. അതിലാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സൂര്യ ഫോൺ എടുക്കുകയാണ്. എന്താ അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ, ഭാവന എടുത്തുണ്ടോ എന്ന് ചോദിക്കാട്ടോ. ആ ഉണ്ട്, ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ, എന്നാൽ സ്പീക്കറിലിട് എന്ന് പറഞ്ഞിട്ട് ദേവൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇവിടെ സുനിൽ ശർമ്മ വന്നിട്ടുണ്ട്, ഇവിടെ ആകെ മൊത്തത്തിൽ പ്രശ്നമാണ്, എല്ലാ കാര്യങ്ങളും എനിക്ക് ഫോണിലൂടെ സംസാരിക്കാൻ കഴിയില്ല, എന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ അവിടേക്ക് വരട്ടെ അച്ഛാ എന്ന് പറയുമ്പോൾ, നീ വരണ്ട, അപ്പോൾ നമ്മൾ ഇതുവരെ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയാവും, ഭാവനയോട് വരാൻ വേണ്ടി പറ, ഭാവന വന്നാൽ മാത്രം മതി എന്ന് പറയാം. നമുക്ക് പുറത്ത് വെച്ച് സംസാരിക്കാം, പ്രധാനപ്പെട്ട കാര്യം നിന്നോട് പറയാനുണ്ട്, തൽക്കാലം ഞാൻ ഫോൺ വെക്കുകയാണ് എന്ന് പറഞ്ഞ് ദേവൻ ഫോൺ വെക്കുകയാണ്. എന്നിട്ട് ഭാവനയും സൂര്യയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ മാനസയെ നമ്മൾ വിശ്വസിക്കുന്നത് പോലെയല്ല, സൂര്യ പറഞ്ഞത് കാര്യമാണ്, അവൾക്ക് എന്തൊക്കെയോ ചുറ്റിക്കളികളുണ്ട്, സുനിലിന്റെയും മാനസയുടെയും കാര്യത്തിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ടെന്ന് സൂര്യ പറഞ്ഞത് ശരിയാണ് എന്ന് പറയാം. സൂര്യ പറയണേ, ഇനിയെങ്കിലും നീ മാനസയെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട, അവളെ ഇനി വിശ്വസിക്കുന്നത് പോലെ അഭിനയിച്ചാൽ മതി. എനിക്കിപ്പോൾ നല്ല സംശയമുണ്ട്, സുനിലിനെ വിളിച്ചു വരുത്തിയതും മാനസ തന്നെയായിരിക്കും, അവളെ വീണ്ടും പോലീസുകാർ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും എന്നുള്ളത് കൊണ്ടായിരിക്കും സുനിൽ ഇപ്പോൾ വെളിച്ചത്തേക്ക് വന്നിട്ടുള്ളത്. എന്നിട്ട് ഭാവന പറയണേ, ഇനി ഞാൻ മാനസയെ വിശ്വസിക്കില്ല, അവളെ വിശ്വസിക്കുന്നത് പോലെ ഞാൻ അഭിനയിച്ച് അവളുടെ മനസ്സിലിരിപ്പ് എല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് പറയട്ടോ. അപ്പോൾ സൂര്യ പറയണേ, എന്തായാലും മാനസയുടെ പ്രസവം കഴിയുന്നത് വരെ നമുക്ക് ഈ അഭിനയം തുടർന്നേ മതിയാവൂ, എന്നിട്ട് കുഞ്ഞിൻ്റെ DNA ടെസ്റ്റ് നടത്തിയതിൻ്റെ ശേഷം മാത്രമാണ് ഇതിലെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ, നീ എന്തായാലും വീട്ടിലേക്ക് പോയിക്കോ എന്ന് പറയണേ. അങ്ങനെ ഭാവന നേരെ ദേവന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഈ സമയം സുനിൽ സോഫയിൽ കിടന്ന് ഉറങ്ങുകയാവട്ടോ. അപ്പോൾ അവിടേക്ക് മാനസ വരികയാണ്. എന്നിട്ട് മാനസ തട്ടി വിളിക്കുകയാണ്, സുനിൽ എന്താണ് നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് എന്ത് ഉദ്ദേശം, നീയും ഒത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കണം, ആഗ്രഹിച്ചതുപോലെ നമുക്ക് സന്തോഷമായിട്ട് നമ്മുടെ കുഞ്ഞിനോടൊപ്പം ജീവിക്കാം എന്ന് പറയുമ്പോൾ, ഞാൻ എവിടേക്കുമില്ല, നീ എനിക്ക് കുറച്ച് മനസമാധാനം തരുമോ, നീ എവിടെ നിന്നും പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സുനിൽ പറയണേ, നീ എൻ്റെ കൂടെ വരുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ഇവിടെ നിന്നും പോവും, വാ നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ സുനിൽ ചുമക്കുന്നത് പോലെ അങ്ങ് അഭിനയിക്കുകയാണ്. എന്നിട്ട് ടേബിളിൻ്റെ അവിടേക്ക് വന്നിട്ട് വെള്ളം എടുത്ത് കുടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയണേ, ഞാൻ എങ്ങനെ നിന്നെ തനിച്ചാക്കി പോവും, നമ്മുടെ കുഞ്ഞിനോടൊപ്പം സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിക്കാം, നീ എൻ്റെ കൂടെ ഇപ്പം തന്നെ പോന്നേക്ക് എന്ന് പറയുമ്പോൾ, നീ അനാവശ്യം പറയരുത്, ഇത് ഭാവനയുടെയും സൂര്യയുടെയും കുഞ്ഞാണെന്ന് പറയുമ്പോൾ, ഇല്ല ഇത് നമ്മുടെ കുഞ്ഞാണ്, പറയുന്നതെല്ലാം കള്ളമാണ്, ഇത് നമ്മുടെ കുഞ്ഞാണ്, എനിക്ക് ഉറപ്പുണ്ട് എന്നങ്ങ് പറഞ്ഞതോടുകൂടി മാനസ ദേഷ്യപ്പെട്ട് സുനിലിനോട് സംസാരിക്കാനോട് ഒരുങ്ങുന്ന സമയത്താണ് ഭാവന പറയണേ,
പറയണേ എന്ന് ആര് പറഞ്ഞു എന്നും പറഞ്ഞ് ഭാവന അങ്ങ് വരികയാണ് കേട്ടോ. അതോടുകൂടി സുനിലും മാനസയും ഭാവനയെ നോക്കുകയാണ്. എന്നിട്ട് സുനിൽ ഭാവനയെ കുറിച്ച് അങ്ങ് വർണ്ണിച്ചു പറയുകയാണ് കേട്ടോ. പെണ്ണുങ്ങളായാൽ ഭാവനയെ പോലെ ആയിരിക്കണം, അത് ഞാൻ പല തവണയായി മാനസയോട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും കേൾക്കാനല്ല ഞാൻ ഇവിടേക്ക് വന്നത്. നീ എന്തിനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്? മാനസയുടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ അച്ഛൻ മാനസയാണ് തീരുമാനിക്കേണ്ടത്, അല്ലാതെ വരുന്നവനും പോകുന്നതിനും അത് തീരുമാനിച്ച പോരാ. മര്യാദയ്ക്ക് ഇവിടെ നിന്നും പോവാൻ നോക്ക്, അല്ലാതെ ഇവിടെ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട എന്ന് പറയുമ്പോൾ സുനിൽ പറയണേ, ഞാൻ എന്തിനാണോ ഇവിടേക്ക് വന്നത് അതിന് നിറവേറ്റിയിട്ട് മാത്രമാണ് ഇവിടെ നിന്ന് ഞാൻ പോവുകയുള്ളൂ എന്ന് പറയട്ടോ. അപ്പോൾ അത് കേട്ടും കൊണ്ട് ജയ കൂടി വരികയാണ്. അപ്പോൾ ജയ പറയണേ, അല്ലാതെ തന്നെ നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ പറ്റുമോ എന്നുള്ളത് ഞങ്ങൾ കൂടി ഒന്ന് നോക്കട്ടെ എന്ന് ജയ ദേഷ്യപ്പെട്ട് സുനിലിനോട് പറയാണ്. ആന്റി, ഞാൻ ഇവിടെ നിന്നും പോവില്ല, എന്നെ കൊന്നാലും ശരി ഞാൻ ഇവിടെ നിന്നും പോവില്ല, മനസ്സില്ലാതെ ഞാൻ ഇവിടെ നിന്നും പോവില്ല എന്ന് പറയുമ്പോൾ ഭാവന മാനസയോട് ചോദിക്കണം, എന്താ മാനസ ഇതൊക്കെ? നീ തന്നെയല്ലേ സുനിലുമായിട്ടുള്ള എല്ലാ റിലേഷനും അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ സുനിൽ പറയണ, അങ്ങനെ എല്ലാ റിലേഷനൊന്നും അവസാനിപ്പിക്കാൻ കഴിയില്ല, അതിന്റെ തെളിവാണ് മാനസയുടെ വയറ്റിലുള്ള കുഞ്ഞ്. എന്താ മാനസ, നിനക്കിതിന് മറുപടി ഇല്ലേ എന്ന് ഭാവന ചോദിക്കുമ്പോൾ ഭാവന, ഇതെല്ലാം സുനിൽ പച്ചക്കള്ളമാണ് പറയുന്നത്, ഞാൻ എത്ര പറഞ്ഞിട്ടും സുനിൽ ഇതൊന്നും വിശ്വസിക്കുന്നില്ല. ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ് ഇവൻ ഇവിടെ വന്ന് പറയുന്നത്, ഇവനെ വിശ്വസിക്കരുത് എന്ന് പറയുമ്പോൾ സുനിൽ പറയണ, എന്തിനാണ് ഞാൻ ഇവിടെ വന്ന് കള്ളം പറയുന്നത്? എല്ലാവരെയും വിഡ്ഢികളാക്കുന്നതും കള്ളം പറയുന്നതും മാനസയാണ്. അതൊക്കെ പറയുന്ന സമയത്ത് മാനസ ഇങ്ങനെ പതർച്ചയോട് കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. എന്നിട്ട് ഭാവന ദേഷ്യത്തോടു കൂടി സുനിലിനെ നോക്കുകയാണ്. സുനിൽ സോഫയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് മാനസ വന്ന് ചോദിക്കുന്നുണ്ട്, നീ ഇത്രയും നാൾ എവിടെയായിരുന്നു? നിന്നെയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചിട്ടല്ലേ നീ പോയത് എന്ന് ചോദിക്കുമ്പോൾ സുനിൽ പറയണേ, നീ എനിക്ക് അന്ന് ചാവി തന്ന ശേഷം ഞാൻ അവരുടെ അടുത്ത് ചെന്നപ്പോൾ അവരെൻ്റെ കയ്യിൽ നിന്നും ആ ചാവി തട്ടിപ്പറിച്ച ശേഷം എന്നെ അവർ കൊല്ലാൻ വേണ്ടി നോക്കിയതാണ്. അവരുടെ കയ്യിൽ നിന്നും ഞാൻ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ട് നേരെ കാശിയിലെത്തിയത്. പിന്നീടാണ് ഞാൻ അവിടെ നിന്നും ദീർഘയാത്രയായിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇതുവരെ ജീവിച്ചതൊന്നുമല്ല ജീവിതം എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിന്നെ തേടി നിന്നോടൊപ്പവും കുഞ്ഞിനോടൊപ്പവും സന്തോഷമായി ജീവിക്കണം എന്ന് തീരുമാനിച്ചത് എന്നുള്ള കാര്യമൊക്കെ ആ സമയത്ത് മാനസയോട് സുനിൽ പറയുന്നുണ്ട് കേട്ടോ. അടുത്ത എപ്പിസോഡിൽ ഭാവന മാനസയും കൊണ്ട് റൂമിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് മാനസയോട് ചോദിക്കുകയാണ്, ഇനിയെങ്കിലും നീ സത്യം പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാനസ വീണ്ടും പറയണേ, ഇല്ല, അവൻ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് എന്ന് പറയട്ടോ. അപ്പോൾ ഭാവന പറയണ, എങ്കിൽ അവനെയും മോഹിനി ശർമ്മയെയും മഹേന്ദ്ര ശർമ്മയെയും വെറുതെ വിടാൻ പാടില്ല. സുനിലിനെ കൊണ്ടും അവന്റെ അച്ഛനെ കൊണ്ടും അമ്മയെ കൊണ്ടും ഇതിന് സമാധാനം പറയിപ്പിക്കണം എന്ന് ഭാവനയും ദേഷ്യത്തോടു കൂടി പറയുകയാണ് കേട്ടോ. മാനസയുടെ ഭാഗത്ത് ഭാവന നിൽക്കുന്നുണ്ട് എന്നുള്ള ഭാവത്തിലാണ് ഭാവന ഇതൊക്കെ പറയുന്നത്. മാനസ എന്തോ മറച്ചു വെക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഭാവനയ്ക്കും സൂര്യയ്ക്കും ഇപ്പോൾ വ്യക്തമാവുകയാണ് കേട്ടോ. സുനിൽ പറയുന്നതിൽ വാസ്തവമുണ്ട്. മാനസ ഞങ്ങളെ പറ്റിക്കുകയാണെന്നുള്ള കാര്യം ഭാവനയ്ക്ക് മനസ്സിലായിട്ട് തന്നെയാണ് അവളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നത്. ഈ സമയം സൂര്യ ഗായത്രിയോടും മായയോടും സേതുവിനോടും ഇക്കാര്യം പറയുകയാണ് കേട്ടോ. അപ്പോൾ സേതു പറയണ, ഞാൻ പറഞ്ഞത് ഇപ്പോൾ സത്യമായില്ലേ, മാനസയെ നിങ്ങൾ വിശ്വസിക്കരുത്, അവൾ നമ്മളെ എല്ലാവരെയും കബളിപ്പിക്കുക തന്നെയാണെന്ന് പറയണ. അപ്പോൾ ഗായത്രി പറയണ, ഇങ്ങനെയാണെങ്കിൽ ആരെയാണ് ഇപ്പോൾ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ സൂര്യ പറയണ, ഇന്നല്ലെങ്കിൽ നാളെ സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. അത് എത്ര തന്നെ കള്ളം പറഞ്ഞിട്ടും കാര്യമില്ല, സത്യം മൂടി വെക്കാൻ കഴിയില്ല, തെളിഞ്ഞു വരിക തന്നെ ചെയ്യും. ഭാവനയുടെയും എന്റെയും കുഞ്ഞാണ് മാനസയുടെ വയറ്റിലെന്നല്ലേ അവൾ പറഞ്ഞത്, പക്ഷെ അതല്ല എന്നുള്ളത് സുനിൽ ഇപ്പോൾ പറയുന്നു. അതുകൊണ്ട് പ്രസവം കഴിയുന്നത് വരെ മാനസ പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. അത് കഴിഞ്ഞാൽ കുഞ്ഞിന്റെ DNA ടെസ്റ്റ് നടത്തിയാൽ തീരാവുന്നതേ ഉള്ളൂ ഈ പ്രശ്നങ്ങൾ എന്നൊക്കെ ഗായത്രിയോട് പറയണം.